നവകേരള സദസ്സിൻ്റെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കുകയാണ്. കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ജില്ലയിലെ അവസാന ദിവസത്തെ പര്യടനം നിശ്ചയിച്ചിരിക്കുന്നത്. അമൽനാഥ് പാടിച്ചാൽ ഒപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ വാർത്താ സംഘം ഉണ്ട്. അതിൻ്റെ പ്രതിനിധിയായി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, എന്തൊക്കെയാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ, വിശേഷങ്ങൾ? അജിംഷാദ് 3 ദിവസങ്ങളിലായി 9 മണ്ഡലങ്ങളിലൂടെയാണ് ആലപ്പുഴ ജില്ലയിലെ പര്യടനം നിശ്ചയിച്ചത്. അതിലെ 2 ദിവസത്തിനുള്ളിൽ തന്നെ 6 മണ്ഡലങ്ങളും പൂർത്തിയായി. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് 3 മണ്ഡലങ്ങളിലാണ് ഇനി ഇത്തരത്തിൽ പര്യടനം ബാക്കിയുള്ളത്. അത് കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ്. ഇതോടുകൂടി ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയായി. പത്തനംതിട്ട ജില്ലയിലേക്ക് നവകേരള സദസ്സ് കടക്കും. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ഇന്നത്തെ ആദ്യ മണ്ഡലം നടക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ജില്ലയിലേക്ക് എത്തുമ്പോഴും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ജില്ലയുമായി ബേസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ എത്തിയ സാഹചര്യത്തിൽ നമുക്കറിയാം, ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഈ കയർ വ്യവസായത്തിലൊക്കെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഈ കയർ വ്യവസായത്തിൽ എന്തൊക്കെ പുരോഗതികൾ ഉണ്ടായി, എന്തൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവന്നു, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും സദസ്സുകളിൽ പറയുന്നത്. ഒപ്പം തന്നെ സാധാരണ മറ്റ് ജില്ലകളിൽ, അതായത് കാസർഗോഡ് മുതൽ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തിനെയും ഗവർണർക്കും ഒക്കെ എതിരായുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഒക്കെ തന്നെയും ഉണ്ട്. അതേസമയം ഇത്തരത്തിൽ നവകേരള സദസ്സ് മുന്നോട്ട് പോകുമ്പോഴും പ്രതിപക്ഷ യുവജന സംഘടനകൾ ശക്തമായ പോരാട്ടങ്ങൾ തന്നെയാണ് തെരുവുകളിൽ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ നവകേരള ബസ്സിനെതിരെ അല്ലെങ്കിൽ നവകേരള സദസ്സിനും മുഖ്യമന്ത്രിക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് തടഞ്ഞുവെച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇവർ ബസ് തടയാൻ വേണ്ടി ശ്രമിച്ച സാഹചര്യത്തിലായിരുന്നു ഇവരെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബസ് ഇവരെ മറികടന്നു പോയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിലുള്ള ഒരാൾ വന്ന് ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു വശത്ത് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതും കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അതേസമയം കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസിനും KSUവിനും പുറമെ യുവമോർച്ചയും ശക്തമായ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാം എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയിൽ തന്നെയാകും ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും അവസാനത്തെ ദിവസത്തെ പര്യടനവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വലിയ ഒരു ജനസാഗരം തന്നെയാണ് ഈ ഓരോ മണ്ഡലത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തന്നെ നമ്മുടെ കേരള വിഷൻ ന്യൂസും ഈ പര്യടനത്തിന്റെ ഭാഗമായി തന്നെ ഓരോ മണ്ഡലങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മണ്ഡലങ്ങളും കാണുമ്പോഴും വലിയൊരു ജനസാഗരം, ഒരു അപ്രതീക്ഷിത ജനസാഗരം തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇന്നും ഒരു വലിയ കൂട്ടം ജനങ്ങൾ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിംഷാ. അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.